എല്ലാവർക്കും ദ ടീച്ചർ എഡ്യൂക്കേറ്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഗിൽഫോർഡിന്റെ സ്ട്രക്ചർ ഓഫ് ഇന്റലിജൻസ് അല്ലെങ്കിൽ 3 ഡൈമെൻഷണൽ മോഡൽ ഓഫ് ഇന്റലിജൻസ് ബുദ്ധിയുടെ ത്രിമാന മാതൃകയെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. നമുക്ക് വീഡിയോ കാണാം. Joy Paul Guilford was an American psychologist best known for his psychometric study of human intelligence. ശാസ്ത്രീയമായിട്ട് ബുദ്ധിയെക്കുറിച്ച് പഠിക്കുകയും അതിനെ വിശദീകരിക്കുകയും ചെയ്ത പ്രശസ്തനായ അമേരിക്കൻ മനഃശാസ്ത്രജ്ഞനാണ് ജോയ് പോൾ ഗിൽഫോർഡ്. അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ തന്നെ മറ്റുള്ളവരുടെ കഴിവുകളെക്കുറിച്ചും തൻ്റെ കഴിവുകളെക്കുറിച്ച് ചിന്തിക്കുകയും അതിലുള്ള വ്യത്യാസം കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. അതാദ്യം അദ്ദേഹം തിരിച്ചറിഞ്ഞ സ്വന്തം സഹോദരനിൽ തന്നെയായിരുന്നു. തനിക്കുള്ള കഴിവുകളല്ല തൻ്റെ സഹോദരനുള്ളത് എന്ന് തിരിച്ചറിയുകയും എന്തുകൊണ്ടാണ് ഇങ്ങനെ വ്യത്യസ്തമായ രീതികളിൽ ആളുകൾ ചിന്തിക്കുകയും പെരുമാറുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് അദ്ദേഹം പഠനം നടത്തുകയും ചെയ്തു. അതിൽ നിന്ന് അദ്ദേഹം കണ്ടെത്തിയ ഒരു കാര്യമാണ് ബുദ്ധി എന്നുള്ളത് ഒരു സിംഗിൾ ഫാക്ടർ അല്ലെങ്കിൽ ഒരു ഏക ഘടകം അല്ല, ഒരുപാട് കഴിവുകൾ ചേർന്നതാണ് ബുദ്ധിയെന്ന്. Intelligence is not one monolithic global attribute but a composite of different abilities. ബുദ്ധി എന്നത് എങ്ങനെയാണ്? ഒരു ഘടകം മാത്രമല്ല, എല്ലാവർക്കും കോമൺ ആയിട്ട് അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള ഒരു ഫാക്ടർ അല്ല. ഇറ്റ് ഈസ് എ കമ്പോസിറ്റ് ഓഫ് ഡിഫറെൻറ്റ് എബിലിറ്റീസ്. ഒരുപാട് കഴിവുകളുടെ ഒരു കൂടിച്ചേരലാണ് ബുദ്ധി എന്നാണ് JP ഗിൽഫോർഡ് പറഞ്ഞത്. ഹി പ്രസന്റഡ് ഹിസ് SOI മോഡൽ ഓഫ് ഇന്റലിജൻസ് അല്ലെങ്കിൽ സ്ട്രക്ചർ ഓഫ് ഇന്റലിജൻസ് in 1955 in an international conference on factor analysis in Paris. 1955 പാരീസിൽ നടന്ന ഒരു ഫാക്ടർ അനാലിസിസ് കോൺഫറൻസിലാണ് അദ്ദേഹം തൻ്റെ സ്ട്രക്ചർ ഓഫ് ഇന്റലിജൻസ് മോഡൽ അല്ലെങ്കിൽ SOI മോഡൽ അല്ലെങ്കിൽ 3 ഡൈമെൻഷണൽ മോഡൽ ഓഫ് ഇന്റലിജൻസ് ബുദ്ധിയുടെ ത്രിമാന മാതൃക അവതരിപ്പിച്ചത്. JP Guilford explained the structure of intelligence by proposing a 3-dimensional model by using the statistical technique of factor analysis. ഫാക്ടർ അനാലിസിസ് അല്ലെങ്കിൽ ഘടന അപഗ്രഥനം എന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ സങ്കേതം വഴി ബുദ്ധിയെ വികസിപ്പിച്ചെടുത്ത ആളാണ് ഗിൽഫോർഡ്. ഫാക്ടർ അനാലിസിസ് വഴി കണ്ടുപിടിച്ച മറ്റൊരു ഇന്റലിജൻസ് മോഡലാണ് JP ഗിൽഫോർഡിന്റെ SI മോഡൽ ഓഫ് ഇന്റലിജൻസ് അല്ലെങ്കിൽ 3 ഡൈമെൻഷണൽ മോഡൽ ഓഫ് ഇന്റലിജൻസ് ബുദ്ധിയുടെ ത്രിമാന മാതൃക. According to this model, every intellectual activity can be described in terms of 3 different basic parameters: operations, contents and products. ബുദ്ധിയുടെ ത്രിമാന മാതൃക അനുസരിച്ച് ബുദ്ധിപരമായ ഏതൊരു വ്യവഹാരത്തിനും അല്ലെങ്കിൽ ഏതൊരു കാര്യത്തിനും 3 മുഖങ്ങൾ അല്ലെങ്കിൽ 3 ഡൈമെൻഷൻസ് ഉണ്ട്. അവയെ ത്രിമാന രൂപത്തിൽ ചിത്രീകരിക്കാമെന്നുമാണ് JP ഗിൽഫോർഡ് പറഞ്ഞത്. അതായത് ഇന്റലിജൻസിന് 3 ഡൈമെൻഷൻസ് ഉണ്ട് ആൻഡ് ഇറ്റ് ക്യാൻ ബി റെപ്രസെന്റഡ് ഇൻ എ 3 ഡൈമെൻഷണൽ മോഡൽ. ഈ 3 മുഖങ്ങളും കൂടെ ചേർത്ത് എങ്ങനെ അവതരിപ്പിക്കാം? ത്രിമാന മാതൃകയിൽ അവതരിപ്പിക്കാമെന്നാണ് JP ഗിൽഫോർഡ് പറഞ്ഞത്. അതാണ് അദ്ദേഹത്തിന്റെ SI മോഡൽ ഓഫ് ഇന്റലിജൻസ് അല്ലെങ്കിൽ സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട് മോഡൽ ബുദ്ധിയുടെ ത്രിമാന മാതൃക. The 3 parameters can be represented in a 3-dimensional model. The 3 dimensions or parameters are operations, contents and products. ഏതാണ് ഈ 3 മുഖങ്ങൾ? ഓപ്പറേഷൻസ് അല്ലെങ്കിൽ മാനസിക പ്രക്രിയകൾ, കണ്ടന്റ്സ് ഉള്ളടക്കങ്ങൾ, പ്രോഡക്ട്സ് ഉൽപ്പന്നങ്ങൾ. ഈ 3 കൂടെ ചേർന്നാണ് 3 ഡൈമെൻഷണൽ മോഡൽ ആവുന്നത്. ഇനി നമുക്ക് ഇവ ഓരോന്ന് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓപ്പറേഷൻസ് അല്ലെങ്കിൽ മാനസിക പ്രക്രിയകൾ. ഇറ്റ് റെഫേഴ്സ് ടു ആക്ട് ഓഫ് തിങ്കിങ്. ചിന്തയെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് ഓപ്പറേഷൻസ് അല്ലെങ്കിൽ മാനസിക പ്രക്രിയകൾ എന്ന് പറയുന്നത്. There are 6 ഓപ്പറേഷൻസ്. എന്താണ് ഓപ്പറേഷൻസ് എന്ന് വെച്ചാൽ ജനറൽ ഇന്റലക്ച്വൽ പ്രോസസ്സ് അല്ലെങ്കിൽ സാധാരണ നമ്മുടെ ബുദ്ധിയിലുണ്ടാകുന്ന കാര്യങ്ങൾക്കാണ് അദ്ദേഹം ഈ ഓപ്പറേഷൻസ് എന്ന പേരിൽ പറഞ്ഞത്. അത് എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം. 6 ഓപ്പറേഷൻസ് ആണുള്ളത്. ഏതൊക്കെയാണ്? കോഗ്നിഷൻ, മെമ്മറി റെക്കോർഡിംഗ്, മെമ്മറി റിറ്റൻഷൻ, ഡൈവേർജൻ തിങ്കിങ്, കൺവേർജൻ തിങ്കിങ് ആൻഡ് ഇവാലുവേഷൻ. ഏതൊക്കെയാണ്? കോഗ്നിഷൻ അതായത് വൈജ്ഞാനികം, മെമ്മറി റെക്കോർഡിംഗ് ഓർമ്മയിൽ സൂക്ഷിക്കുക, മെമ്മറി റിറ്റൻഷൻ ആവശ്യമുള്ള നേരത്ത് ഓർമ്മയിൽ നിന്ന് നമ്മൾ വീണ്ടെടുക്കുക, ഡൈവേർജൻ തിങ്കിങ് വിവ്രജന ചിന്ത, കൺവേർജൻ തിങ്കിങ് സംവ്രജന ചിന്ത, ഇവാലുവേഷൻ മൂല്യനിർണയം. നമുക്ക് ഓരോന്ന് എന്തൊക്കെയാണെന്ന് നോക്കാം. കോഗ്നിഷൻ അല്ലെങ്കിൽ വൈജ്ഞാനികം.
The ability to understand, comprehend, discover and become aware of the information. എന്താണ്? കാര്യങ്ങൾ മനസ്സിലാക്കാനും അവയെ അപഗ്രഥിക്കാനും കണ്ടെത്താനും അവയെക്കുറിച്ച് ഉള്ളൊരു ജ്ഞാനം മനസ്സിലുണ്ടാക്കാനുമുള്ള കഴിവിനെയാണ് കോഗ്നിഷൻ എന്ന് പറയുന്നത്, വൈജ്ഞാനികമായിട്ടുള്ള കഴിവ്. അടുത്തത് മെമ്മറി റെക്കോർഡിംഗ്. ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു എൻകോഡ് ഇൻഫർമേഷൻ. നമ്മൾ ഓർമ്മയിൽ സൂക്ഷിക്കാനുള്ള കഴിവിനെയാണ് മെമ്മറി റെക്കോർഡിംഗ് എന്ന് പറയുന്നത്. അടുത്തത് മെമ്മറി റിറ്റൻഷൻ. ദ എബിലിറ്റി ടു റീകോൾ ഇൻഫർമേഷൻ. നമ്മൾ ഓർമ്മയിൽ സൂക്ഷിച്ച കാര്യങ്ങൾ ആവശ്യമായിട്ടുള്ള നേരത്ത് വേണ്ട രീതിയിൽ പുറത്തേക്ക് ഇടുക അല്ലെങ്കിൽ പ്രയോജനപ്പെടുത്തുന്നതിനെയാണ് മെമ്മറി റിറ്റൻഷൻ എന്ന് പറയുന്നത്. നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഓർമ്മയിലുണ്ട്, അത് ആവശ്യ നേരത്ത് നമുക്ക് പ്രയോജനപ്പെടണ്ടേ, അതാണ് മെമ്മറി റിറ്റൻഷൻ. അടുത്ത് ഡൈവേർജൻ തിങ്കിങ് അല്ലെങ്കിൽ വിവ്രജന ചിന്ത. ദ എബിലിറ്റി ടു ജനറേറ്റ് മൾട്ടിപ്പിൾ സൊല്യൂഷൻസ് ടു എ പ്രോബ്ലം. നമ്മുടെ മുന്നിലുള്ള ഒരു പ്രശ്നത്തെ വ്യത്യസ്ത രീതികളിൽ ചിന്തിച്ച് വ്യത്യസ്ത രീതികളിൽ ആശയങ്ങൾ രൂപീകരിച്ച് അതിനൊരു പരിഹാരം കണ്ടെത്തുന്നതിനെയാണ് ഡൈവേർജൻ തിങ്കിങ് എന്ന് പറയുന്നത്. ഒരു രീതിയിലാണോ ചിന്തിക്കുന്നത്? അല്ല, ഒരുപാട് രീതിയിൽ ചിന്തിച്ച് ഒരു പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്നതിനെയാണ് ഡൈവേർജൻ തിങ്കിങ് എന്ന് പറയുന്നത്. അടുത്ത് കൺവേർജൻ തിങ്കിങ് അല്ലെങ്കിൽ സംവ്രജന ചിന്ത. ദ എബിലിറ്റി ടു ഡെഡ്യൂസ് എ സിംഗിൾ സൊല്യൂഷൻ ടു എ പ്രോബ്ലം. ഒരു ഉത്തരത്തിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിന് ഒരു സൊല്യൂഷനിലേക്ക് എത്തിച്ചേരുന്നതിനെയാണ് കൺവേർജൻ തിങ്കിങ് എന്ന് പറയുന്നത്. ഡൈവേർജൻ തിങ്കിങ്ങിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് കൺവേർജൻ തിങ്കിങ്. അടുത്ത ഇവാലുവേഷൻ അല്ലെങ്കിൽ മൂല്യനിർണ്ണയം. ദ എബിലിറ്റി ടു ജഡ്ജ് വെദർ ഓർ നോട്ട് ദി ഇൻഫർമേഷൻ ഈസ് അക്യുറേറ്റ്, കൺസിസ്റ്റന്റ് ഓർ വാലിഡ്. നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ കുറച്ച് ഇൻഫർമേഷനൊക്കെ നമുക്ക് ലഭിച്ചു. ഈ കിട്ടിയേക്കുന്ന വിവരങ്ങളൊക്കെ ശരിയാണോ തെറ്റാണോ, അതിന് മൂല്യമുണ്ടോ സാധുതയുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കണ്ടേ. അതിനെയാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക അല്ലെങ്കിൽ മൂല്യനിർണ്ണയം നടത്തുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ 6 ഫാക്ടേഴ്സാണ് ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ജനറൽ ഇൻ്റലക്ച്വൽ പ്രോസസ്സ് നമ്മുടെ മാനസിക പ്രക്രിയകളിൽ നടക്കുന്നത്. ഏതൊക്കെയാണ്? കോഗ്നിഷൻ അല്ലെങ്കിൽ വൈജ്ഞാനികം, മെമ്മറി റെക്കോർഡിംഗ് ഓർമ്മയിൽ സൂക്ഷിക്കുക, മെമ്മറി റിറ്റൻഷൻ ഓർമ്മയിൽ നിന്ന് വീണ്ടെടുക്കുക, ഡൈവേർജൻ തിങ്കിങ് വിവ്രജന ചിന്ത, കൺവേർജൻ തിങ്കിങ് സംവ്രജന ചിന്ത, ഇവാലുവേഷൻ മൂല്യനിർണ്ണയം. അടുത്തതാണ് കണ്ടൻസ് അല്ലെങ്കിൽ ഉള്ളടക്കങ്ങൾ. ഇറ്റ് റെഫേഴ്സ് ടു ടേംസ് ഇൻ വിച്ച് വി തിങ്ക്. നമ്മൾ ഏത് രീതിയിലാണോ ചിന്തിക്കുന്നത് അതിനെയാണ് നമ്മൾ കണ്ടൻസ് അല്ലെങ്കിൽ ഉള്ളടക്കങ്ങൾ എന്ന് പറയുന്നത്. ദർ ആർ 5 കണ്ടൻസ്. 5 ഉള്ളടക്കങ്ങളാണ് ഉള്ളത്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ വിഷ്വൽ ഓർ ഫിഗറൽ രൂപങ്ങൾ. അടുത്ത് ഓഡിറ്ററി ശ്രവ്യം, സിംബോളിക് അടയാളങ്ങൾ, സെമാൻറ്റിക് അർത്ഥം, ബിഹേവിയറൽ വ്യവഹാരം. ഈ 5 കണ്ടൻസ് ആണ് പഠിക്കാനുള്ളത്. അതായത് ഈ 5 ഉള്ളടക്കങ്ങളിലൂടെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചിന്തിച്ചെടുക്കുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ വിഷ്വൽ ഓർ ഫിഗറൽ. ഇൻഫോർമേഷൻ പെർസീവ്ഡ് ത്രൂ വിഷ്വൽസ് ഓർ ഫിഗേഴ്സ്. രൂപങ്ങളിലൂടെ നമ്മൾ കാര്യങ്ങൾ ഓർത്തിരിക്കുന്നതിനെയാണ് വിഷ്വൽ അല്ലെങ്കിൽ ഫിഗറൽ എന്ന് പറയുന്നത്. അതായത് ചില സംഭവങ്ങൾ നമ്മൾ ആ നടന്ന അതേ വിഷ്വൽസ് അല്ലെങ്കിൽ അതേ കാര്യങ്ങൾ നമ്മൾ ഓർത്തെടുക്കത്തില്ലേ, അതിനെയാണ് വിഷ്വൽ എന്ന് പറയുന്നത്. അടുത്തത് ഓഡിറ്ററി അല്ലെങ്കിൽ ശ്രവ്യം. ഇൻഫോർമേഷൻ പെർസീവ്ഡ് ത്രൂ ഹിയറിംഗ്. നമ്മൾ ചില കാര്യങ്ങൾ ഓർത്തെടുക്കുന്നത് എങ്ങനെയാണ്? ആരെങ്കിലും പറഞ്ഞതിലൂടെയോ സംസാരിച്ചതിലൂടെയോ അല്ലെങ്കിൽ ശബ്ദം കേട്ടതിലൂടെയോ ഒക്കെയാണ്. അതിനെയാണ് ഓഡിറ്ററി അല്ലെങ്കിൽ ശ്രവ്യം എന്ന് പറയുന്നത്. അടുത്ത് സിംബോളിക് അല്ലെങ്കിൽ അടയാളങ്ങൾ. ഇൻഫോർമേഷൻ പെർസീവ്ഡ് ത്രൂ സിംബൽസ് ഓർ സൈൻസ്. എക്സാമ്പിൾ അറബിക് ന്യൂമറൽസ്, ആൽഫബറ്റ്സ്, മ്യൂസിക്കൽ ഓർ സയന്റിഫിക് നൊട്ടേഷൻസ് എക്സെട്ര. നമ്മൾ ചില കാര്യങ്ങൾ ഓർത്തു വയ്ക്കുന്നത് എങ്ങനെയാണ്? സിംബൽസ് ആയിട്ടാണ് അല്ലെങ്കിൽ അടയാളങ്ങളുടെ രൂപത്തിൽ. ഇപ്പോൾ നിങ്ങൾ കെമിസ്ട്രി ഒക്കെ പഠിച്ചിട്ടുള്ളതാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഒരു ഇക്വേഷൻസ് ഒക്കെ എഴുതത്തില്ലേ, അതെങ്ങനെയാണ്? സിംബൽസ് യൂസ് ചെയ്തിട്ടല്ലേ, ഓരോ അടയാളങ്ങളിലൂടെയാണ്. അല്ലെങ്കിൽ മാത്സ് പഠിക്കുന്നത് എങ്ങനെയാണ്? ന്യൂമറിക്കൽസ് 1+2, അതിൽ 1ഉം 2ഉം ന്യൂമറിക്കൽസും പ്ലസ് എന്നുള്ളത് ഒരു സിംബലുമാണ്. അപ്പോൾ ഇങ്ങനെ പഠിക്കുന്നതിനെ അല്ലെങ്കിൽ ഇങ്ങനെ കാര്യങ്ങൾ ഓർത്തിരിക്കുന്നതിനെയാണ് സിംബോളിക് അല്ലെങ്കിൽ അടയാളങ്ങളിലൂടെ എന്ന് പറയുന്നത്. അടുത്ത് സെമാൻറ്റിക് അല്ലെങ്കിൽ അർത്ഥം. ഇൻഫോർമേഷൻ പ്രോസസ്സിംഗ് ത്രൂ വെർബൽ മീനിങ് ആൻഡ് ഐഡിയാസ്. വാക്കുകളിലൂടെ ചിലത് കേൾക്കത്തില്ലേ, അതിനെയാണ് നമ്മൾ സെമാൻറ്റിക് അല്ലെങ്കിൽ അർത്ഥം എന്ന് പറയുന്നത്. അതായത് അർത്ഥം മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? വാക്കുകളിലൂടെ. അടുത്ത് ബിഹേവിയറൽ അല്ലെങ്കിൽ വ്യവഹാരം. ഇൻഫോർമേഷൻ പെർസീവ്ഡ് ആസ് ആക്ട്സ് ഓഫ് പീപ്പിൾ.
ചില ആളുകളുടെ പ്രവൃത്തികളാണ് നമ്മൾ ഓർത്തിരിക്കുന്നത്. അയാൾ എന്ത് ചെയ്തു, എങ്ങനെ ചെയ്തു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓർത്തിരിക്കുന്നത് എങ്ങനെയാണ്? അയാളുടെ പ്രവൃത്തിയിലൂടെ. അതിനാണ് ബിഹേവിയറൽ അല്ലെങ്കിൽ വ്യവഹാരം എന്ന് പറയുന്നത്. അപ്പം ഈ 5 കണ്ടൻസ് ആണ്, അതായത് ഈ 5 രീതിയിലാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ഓർത്തിരിക്കുന്നത്. അത് ആലോചിച്ച് നോക്കുക, ഏതൊക്കെയായിരിക്കും? വിഷ്വൽ, ചില കാര്യങ്ങൾ നടന്ന ഇൻസിഡന്റ് അതുപോലെ ഓർത്തിരിക്കും. അടുത്തത് ഓഡിറ്ററി, ശ്രവ്യം, ചില കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നോ അതുപോലെ കേട്ടതുപോലെ തന്നെ ഓർത്തിരിക്കും. അടുത്ത് സിംബോളിക്, സിംബൽസ് ആയിട്ട് അല്ലെങ്കിൽ അടയാളങ്ങളായിട്ട് ഓർത്തിരിക്കും. സെമാൻറ്റിക് അല്ലെങ്കിൽ വെർബൽ ഇൻഫോർമേഷൻ ആയിട്ട് അർത്ഥപൂർണമായിട്ട് നമ്മൾ ഓർത്തിരിക്കും. അടുത്ത് ബിഹേവിയറൽ അല്ലെങ്കിൽ വ്യവഹാരം, ചെയ്ത പ്രവൃത്തികളായിട്ട് ഓർത്തിരിക്കും. ഇതാണ് 5 കണ്ടൻസ് അല്ലെങ്കിൽ 5 ഉള്ളടക്കങ്ങൾ. അടുത്തതാണ് പ്രോഡക്ട്സ്, ഉൽപ്പന്നങ്ങൾ. പ്രോഡക്റ്റ് റെഫേഴ്സ് ടു ഐഡിയാസ് വി കം അപ്പ് വിത്ത്. നമുക്ക് ഉണ്ടായ ഓപ്പറേഷൻസിലൂടെയും ഈ കണ്ടൻസിലൂടെയും നമുക്ക് കുറച്ച് പുതിയ ഐഡിയാസ് ഒക്കെ കിട്ടിയില്ലേ? ആ ഐഡിയാസിന് പറയുന്ന പേരാണ് പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത്. 6 പ്രോഡക്ട്സ് ഉണ്ട് അല്ലെങ്കിൽ 6 ഉൽപ്പന്നങ്ങളുണ്ട്. ദ SI മോഡൽ ഇൻക്ലൂഡ്സ് 6 പ്രോഡക്ട്സ് ഇൻ ഇൻക്രീസിംഗ് കോംപ്ലക്സിറ്റി. ഈ SI മോഡൽ ഓഫ് ഇൻ്റലിജൻസിൽ 6 പ്രോഡക്ട്സും ഇൻക്രീസിംഗ് കോംപ്ലക്സിറ്റിക്ക് അനുസരിച്ചാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് കോംപ്ലക്സ് ആയിട്ട് എത്തുന്നതിലേക്ക് ഒരു ഇൻക്രീസിംഗ് ഓർഡറിലാണ് അദ്ദേഹം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളതാണ് യൂണിറ്റ്സ്. ആദ്യത്തത് യൂണിറ്റ്സ്, ഏകകങ്ങൾ, സിംഗിൾ ഐറ്റംസ് ഓഫ് നോളജ്, കൊച്ചു കൊച്ചു അറിവുകളെയാണ് അദ്ദേഹം യൂണിറ്റ്സ് എന്ന് വിളിച്ചത്. അടുത്തത് ക്ലാസസ്, വിഭാഗങ്ങൾ അല്ലെങ്കിൽ വർഗങ്ങൾ, സെറ്റ്സ് ഓഫ് യൂണിറ്റ്സ് ഷെയറിംഗ് കോമൺ ആട്രിബ്യൂട്ട്സ്, പൊതുവായ ചില ഫാക്ടേഴ്സ് ഉള്ളതിനെ അദ്ദേഹം എന്തെന്ന് വിളിച്ചത്? ക്ലാസസ്. ഏറ്റവും സിംഗിൾ യൂണിറ്റ് ഓഫ് നോളജിനെ അദ്ദേഹം വിളിച്ചത് യൂണിറ്റ് എന്നാണ്. എന്നിട്ട് ഈ കുറച്ച് യൂണിറ്റുകൾ ചേർന്ന് അദ്ദേഹം എന്ത് വിളിച്ചു? ക്ലാസസ് അല്ലെങ്കിൽ വിഭാഗങ്ങൾ. അടുത്ത് റിലേഷൻസ്, ബന്ധങ്ങൾ. യൂണിറ്റ്സ് ലിങ്ക്ഡ് ഇൻ അസോസിയേഷൻ, സീക്വൻസസ് ഓർ അനാലോഗീസ്. ഈ യൂണിറ്റ്സ് ക്ലാസസ് ആയി, ക്ലാസസ് ഗ്രൂപ്പ് ചെയ്തിട്ട് അദ്ദേഹം എന്തെന്നാണ് വിളിച്ചത്? റിലേഷൻസ്, ബന്ധങ്ങൾ, പരസ്പരം ബന്ധമുള്ള കുറേ കാര്യങ്ങളെ കൂട്ടിച്ചേർത്തിട്ടാണ് റിലേഷൻസ് എന്ന് പറയുന്നത്. അടുത്ത് സിസ്റ്റംസ് അല്ലെങ്കിൽ വ്യവസ്ഥകൾ, സംഹിതകൾ അല്ലെങ്കിൽ വ്യൂഹങ്ങൾ. സിസ്റ്റംസ്, മൾട്ടിപ്പിൾ റിലേഷൻസ് ഇന്റർ റിലേറ്റഡ് ടു കംപ്രൈസ് സ്ട്രക്ചേഴ്സ് ഓർ നെറ്റ്വർക്ക്സ്. ഒരുപാട് റിലേഷൻസ് ഇന്റർ റിലേറ്റ് ചെയ്തിട്ട് ചേർന്നതാണ് ഒരു സിസ്റ്റമായിട്ട് ഫോം ചെയ്തേക്കുന്നത്. എങ്ങനെയാണ്? അതൊരു നെറ്റ്വർക്ക് പോലെയാണ്. അപ്പോൾ ഒരുപാട് റിലേഷൻസ് കമ്പൈൻ ചെയ്ത് എന്തുണ്ടാവും? ഒരു സിസ്റ്റം ഫോം ചെയ്യും. അടുത്താണ് ട്രാൻസ്ഫോർമേഷൻസ്, രൂപാന്തരങ്ങൾ. ചേഞ്ചസ്, പെർസ്പെക്റ്റീവ്സ് ആൻഡ് കൺവേർഷൻസ് ടു നോളജ്. നമുക്കുണ്ടായ കൊച്ചു കൊച്ചു അറിവുകൾക്ക് രൂപാന്തരപ്പെടുകയാണ്. അതായത് അതിനെ ട്രാൻസ്ഫോർമേഷൻ ചെയ്തിട്ട് പുതിയൊരു അറിവായിട്ട് മാറുന്നതിനെയാണ് അദ്ദേഹം ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞത്. നമുക്കൊരു എക്സാമ്പിൾ പറയാം. പണ്ട് കാലത്ത് ഭൂമിയായിരുന്നു നമ്മുടെ സോളാർ സിസ്റ്റത്തിൻ്റെ സെൻറ്റർ എന്ന് പറഞ്ഞു. അതൊരു നോളജ് അല്ലെങ്കിൽ ഒരു അറിവായിട്ടാണ് നിലനിന്നത്. പക്ഷെ കാലങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കും സൺ ഈസ് എ സെൻറ്റർ ഓഫ് ദി സോളാർ സിസ്റ്റം. സൂര്യനാണ് നമ്മുടെ സോളാർ സിസ്റ്റത്തിൻ്റെ സെൻറ്റർ എന്ന് പഠിച്ചു. അപ്പോൾ അത് ട്രാൻസ്ഫോർമേഷൻ അല്ലേ? അതായത് ആ അറിവിനൊരു രൂപാന്തരം സംഭവിക്കുകയാണ് ചെയ്തത്. അതിനെയാണ് അദ്ദേഹം ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ രൂപാന്തരങ്ങൾ എന്ന് വിളിച്ചത്. ഇങ്ങനെ നമ്മുടെ സിംഗിൾ യൂണിറ്റ് ഓഫ് നോളജ് കൂടി ചേർന്ന് എന്ത് ചെയ്തു? പുതിയൊരു അറിവായിട്ട് ഫോം ചെയ്തു അല്ലെങ്കിൽ പുതിയൊരു കാര്യമായിട്ട് രൂപാന്തരപ്പെട്ടു. അതിനെയാണ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. അടുത്തതാണ് ഇംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ സൂചനകൾ. predictions, influences, consequences or anticipations of knowledge. ഒരു അറിവിനെ കുറിച്ചുള്ള പ്രവചനങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കാമെന്നുള്ള സാധ്യതകളോ അതിന് പറയുന്നതാണ് ഇംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ സൂചനകൾ എന്ന് പറയുന്നത്. ചില കണ്ടുപിടുത്തങ്ങൾ ഇങ്ങനെ ആയിരിക്കാം എന്ന് പറയത്തില്ലേ? ഇപ്പൊ നമുക്ക് ആദ്യം ലോകത്ത് കൊറോണ വൈറസ് വന്നു, നമുക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. ആദ്യം അപ്പോൾ ശാസ്ത്രജ്ഞന്മാർ എന്താ പറഞ്ഞത്? ഇത് ഈ രീതിയിലായിരിക്കാം ഉത്ഭവിച്ചത്, അല്ലെങ്കിൽ ഇതിനെ കുറിച്ചുള്ള ഒരു വാക്സിനേഷൻ കണ്ടുപിടിക്കാൻ സാധിക്കുമായിരിക്കും എന്നൊക്കെ പറയില്ലേ? അതിന് ഇംപ്ലിക്കേഷൻസ് എന്നാണ് പറയുന്നത്. സാധ്യതകളാണ് അതെല്ലാം, അല്ലെങ്കിൽ പ്രഡിക്ഷൻസ്, പ്രവചനങ്ങളാണ് അതിനെക്കുറിച്ച്. ഈ 6 പ്രോഡക്ട്സ് ആണ് JP ഗിൽഫോർഡ് സ്ട്രക്ചർ ഓഫ് ഇന്റലിജൻസിൽ പറഞ്ഞത്. അത് ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് കോംപ്ലക്സിറ്റിയിലാണ് അറേഞ്ച് ചെയ്തത്. ഏതൊക്കെയാണ്? യൂണിറ്റ്സ് അല്ലെങ്കിൽ ഏകകങ്ങൾ, ക്ലാസസ് വിഭാഗങ്ങൾ, റിലേഷൻസ് ബന്ധങ്ങൾ, സിസ്റ്റംസ് വ്യവസ്ഥകൾ, ട്രാൻസ്ഫോർമേഷൻസ് രൂപാന്തരങ്ങൾ, ഇംപ്ലിക്കേഷൻസ് സൂചനകൾ. According to this model, a maximum number of factors in terms of the different combinations of these 3 parameters will be 6 into 5 into 6.
That means total 180 different intellectual abilities. JP ഗിൽഫോർഡിൻ്റെ സ്ട്രക്ചർ ഓഫ് ഇൻ്റലിജൻസ് മോഡൽ വെച്ചിട്ട് മാക്സിമം നമ്പർ ഓഫ് ഇൻ്റലക്ച്വൽ എബിലിറ്റീസ് എത്രയാണ്? 6 ഓപ്പറേഷൻസ്, 5 കണ്ടൻസ്, 6 പ്രൊഡക്ട്സും കൂടെ ചേർന്നിട്ട് 180 ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ഉണ്ടാവും. അതായത് 6 × 5 × 6 ഈക്വൽ ടു 180. അങ്ങനെ ടോട്ടൽ എത്ര കോമ്പിനേഷൻസ് ഉണ്ടാകാം എന്നാണ് JP ഗിൽഫോർഡ് പറഞ്ഞത്? 180 ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ്. അതായത് 180 ഡിഫറെൻറ്റ് ഇൻ്റലക്ച്വൽ എബിലിറ്റീസ്. 180 വ്യത്യസ്ത തരമായിട്ടുള്ള ബുദ്ധിയുടെ സാധ്യതകളാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഏത് മോഡലിൽ? 3 ഡയമെൻഷണൽ മോഡൽ ഓഫ് ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ബുദ്ധിയുടെ ത്രിമാന മാതൃക വെച്ചിട്ട്. ഗിൽഫോർഡ്സ് മോഡൽ ഓഫ് ദ സ്ട്രക്ചർ ഓഫ് ഇൻ്റലക്ട് with its 3 parameters and 180 specific factors is diagrammatically represented as. താഴെ കൊടുത്തിരിക്കുന്ന ഈ ഫിഗറില്ലേ, ഇതാണ് അദ്ദേഹത്തിൻ്റെ 3 ഡയമെൻഷണൽ മോഡൽ ഓഫ് ഇൻ്റലിജൻസ്. അതായത് ബുദ്ധിയുടെ ത്രിമാന മാതൃക ഈ ക്യൂബിൻ്റെ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട. നമ്മൾ ഈ 6 ഓപ്പറേഷൻസും 5 കണ്ടൻസും 6 പ്രോഡക്ട്സിനെയും കൂടെ ഒരു ക്യൂബിൻ്റെ ഡിഫറെൻറ്റ് സൈഡിൽ റെപ്രസെൻറ്റ് ചെയ്താൽ ഈ 3 ഡയമെൻഷണൽ മോഡലിൽ അത് നമുക്ക് കാണാൻ പറ്റും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. Each one of these factors has a triagram symbol, one symbol each from operations, contents and products. അതായത് കണ്ടന്റിൽ നിന്ന് ഒരെണ്ണം എടുത്തു, ഓപ്പറേഷനിൽ നിന്ന് ഒന്നെടുത്തു, പ്രോഡക്റ്റിൽ നിന്ന് ഒന്നെടുത്തു. അങ്ങനെ ഓരോന്നിൽ നിന്ന് ഓരോന്ന് എടുത്തിട്ട് നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ഒരു ട്രയാഗ്രാമിൻ്റെ മോഡൽ റെപ്രസെൻറ്റ് ചെയ്യാം എന്നാണ് ഗിൽഫോർഡ് പറഞ്ഞത്. അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തേക്കുന്ന മോഡലാണ് ഈ ഫിഗറിൽ കൊടുത്തിരിക്കുന്നത്. എന്ത് മോഡലാണ്? 3 ഡയമെൻഷണൽ മോഡൽ ഓഫ് ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ബുദ്ധിയുടെ ത്രിമാന മാതൃക. He explained that all mental abilities are conceptualized within a 3-dimensional network. ഒരു 3-dimensional നെറ്റ്വർക്ക് ആയിട്ട് നമ്മുടെ ബുദ്ധിയുടെ എല്ലാ കഴിവുകളും കൂടെ ചേർത്ത് റെപ്രസെൻറ്റ് ചെയ്യാം എന്നാണ് JP ഗിൽഫോർഡ് പറഞ്ഞത്. Number of possible abilities represented by this model has increased over years and in the last version there are 180 intellectual abilities. അദ്ദേഹം ഈ 3 ഡയമെൻഷണൽ മോഡൽ ആദ്യമായിട്ട് 1955 പാരീസിൽ അവതരിപ്പിച്ചപ്പോൾ 120 ഡിഫറെൻറ്റ് എബിലിറ്റീസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. പിന്നീട് അദ്ദേഹം പല പഠനങ്ങളിലൂടെ അത് പറഞ്ഞു 150 ഡിഫറെൻറ്റ് എബിലിറ്റീസ് ഉണ്ടെന്ന്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ആയിട്ടുള്ളതാണ് നമ്മളിപ്പോൾ പഠിച്ചത്. എത്ര ഇൻ്റലക്ച്വൽ എബിലിറ്റീസ് ഉണ്ട്? 180 ഇൻ്റലക്ച്വൽ എബിലിറ്റീസ് ഉണ്ട്. അതെങ്ങനെയാണ് വന്നത്? ഫ്രം 6 ഓപ്പറേഷൻസ്, 5 കണ്ടൻസ് ആൻഡ് 6 പ്രോഡക്ട്സ്. ഈ 3 നമ്പറും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 180 കിട്ടും. അങ്ങനെ ടോട്ടൽ 180 ഡിഫറെൻറ്റ് ഇൻ്റലക്ച്വൽ എബിലിറ്റീസ് ഉണ്ടെന്നാണ് JP ഗിൽഫോർഡ് പറഞ്ഞത്. ഇൻ്റലിജൻസ് തിയറി ഒന്ന് സമ്മറൈസ് ചെയ്ത് നോക്കിയാലോ. 3 ഡയമെൻഷണൽ മോഡൽ ഓഫ് ഇൻ്റലിജൻസ് അല്ലെങ്കിൽ സ്ട്രക്ചർ ഓഫ് ഇൻ്റലക്ട് അല്ലെങ്കിൽ SI മോഡൽ ഓഫ് ഇൻ്റലിജൻസ് ബുദ്ധിയുടെ ത്രിമാന മാതൃക അവതരിപ്പിച്ച ആളാണ് JP ഗിൽഫോർഡ്. അദ്ദേഹം ഒരു അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആയിരുന്നു. എന്ത് ടെക്നിക്ക് യൂസ് ചെയ്താണ് അദ്ദേഹം ഇത് എക്സ്പ്ലെയിൻ ചെയ്തത്? ഫാക്ടർ അനാലിസിസ് അല്ലെങ്കിൽ ഘടനാ അപഗ്രഥനം എന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് ഇൻ്റലിജൻസിനെ എക്സ്പ്ലെയിൻ ചെയ്ത ആളാണ് JP ഗിൽഫോർഡ്. അദ്ദേഹം 3 ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സിനെ ബേസ് ചെയ്താണ് 3 ഡയമെൻഷണൽ മോഡൽ എക്സ്പ്ലെയിൻ ചെയ്തത്. ഏതൊക്കെയാണ് പാരാമീറ്റേഴ്സ്? ഓപ്പറേഷൻസ് അല്ലെങ്കിൽ മാനസിക പ്രക്രിയകൾ, കണ്ടൻസ് ഉള്ളടക്കങ്ങൾ, പ്രോഡക്ട്സ് ഉൽപ്പന്നങ്ങൾ. 6 ഓപ്പറേഷൻസ് ആണുള്ളത്. കോഗ്നിഷൻ വൈജ്ഞാനികം, മെമ്മറി റെക്കോർഡിംഗ് ഓർമ്മയിൽ സൂക്ഷിക്കുക, മെമ്മറി റിറ്റൻഷൻ ഓർമ്മയിൽ നിന്നും വീണ്ടെടുക്കുക, ഡൈവേർജൻ തിങ്കിങ് വിവ്രജന ചിന്ത, കൺവേർജൻ തിങ്കിങ് സംവ്രജന ചിന്ത, ഇവാലുവേഷൻ മൂല്യനിർണ്ണയം. അടുത്ത് 5 കണ്ടൻസ് അല്ലെങ്കിൽ 5 ഉള്ളടക്കങ്ങളാണുള്ളത്. വിഷ്വൽ ഓർ ഫിഗറൽ രൂപങ്ങൾ, ഓഡിറ്ററി ശ്രവ്യങ്ങൾ, സിംബോളിക് അടയാളങ്ങൾ, സെമാൻറ്റിക് അർത്ഥം, ബിഹേവിയറൽ വ്യവഹാരം. അടുത്ത് 6 പ്രോഡക്ട്സ് അല്ലെങ്കിൽ 6 ഉൽപ്പന്നങ്ങൾ. ഏതൊക്കെയാണ്? യൂണിറ്റ്സ് ഏകകങ്ങൾ, ക്ലാസസ് വിഭാഗങ്ങൾ, റിലേഷൻസ് ബന്ധങ്ങൾ, സിസ്റ്റംസ് വ്യവസ്ഥകൾ, ട്രാൻസ്ഫോർമേഷൻസ് രൂപാന്തരങ്ങൾ, ഇംപ്ലിക്കേഷൻസ് സൂചനകൾ. അപ്പം 6 ഓപ്പറേഷൻസും 5 കണ്ടൻസും 6 പ്രോഡക്ട്സും കൂടെ ചേർന്നിട്ട് ടോട്ടൽ 180 ഡിഫറെൻറ്റ് ഇൻ്റലക്ച്വൽ എബിലിറ്റി, മൊത്തത്തിൽ 180 വ്യത്യസ്ത ബുദ്ധിയുടെ കഴിവുകൾ അല്ലെങ്കിൽ ബുദ്ധി ഘടകങ്ങൾ ഉണ്ടെന്നാണ് JP ഗിൽഫോർഡ് പറഞ്ഞത്. ഈ ടോപ്പിക്ക് എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്കിൻ്റെ വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എനിക്ക് അറിയാവുന്ന ടോപ്പിക്കാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസിനായിട്ട് ബെല്ലൈക്കണിലെ ഓൾ ഓപ്ഷൻ പ്രസ് ചെയ്യുക. മറക്കാതെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. താങ്ക്